സ്നേഹസ്വരൂപനും നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന യേശു കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. അല്പസമയം പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് വചനം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യാം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നതായ ദൈവവചനം വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 11-12 വചനങ്ങൾ. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഒരിക്കൽ ശക്തമായ മഴ പെയ്തു. ദിവസങ്ങളായി ഇടതടവില്ലാതെ പെയ്യുന്ന ഘോരമായ മഴ സൃഷ്ടിച്ച വെള്ളപ്പൊക്കത്താൽ ജനങ്ങൾ ഏറെ വലഞ്ഞിരുന്നു. വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന സാധനങ്ങൾ പിടിച്ചെടുക്കാൻ നാട്ടുകാരിൽ ചിലർ പുഴയോരത്ത് കാത്തുനിന്നു. തടികൾ, നാളികേരം, വീട്ടുസാധനങ്ങൾ, അങ്ങനെ പലതും ഒഴുകി വരാറുണ്ട്. നാട്ടുകാർ നോക്കി നിൽക്കുമ്പോൾ അതാ ഒരു വലിയ കമ്പിളിക്കെട്ട് വെള്ളത്തിലൂടെ ഒഴുകി വരികയാണ്. അത് പിടിച്ചെടുക്കുവാൻ കരയിൽ നിന്ന് ഒരാൾ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. ഒഴുകിക്കൊണ്ടിരുന്ന കമ്പിളിക്കെട്ടിന്റെ അടുത്തേക്ക് നീന്തിച്ചെന്ന അയാൾ ഇരു കൈകളും കൊണ്ട് കമ്പിളിക്കെട്ടിനെ കെട്ടിപ്പിടിച്ചു. അതിൽ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് അത് കമ്പിളിക്കെട്ടല്ല, വേറെന്തോ ആണെന്ന് അയാൾക്ക് മനസ്സിലായത്. ആയതിനാൽ അത് ഉപേക്ഷിച്ച് തിരികെ പോകാമെന്ന് കരുതി അയാൾ അതിലെ പിടിവിടാൻ ശ്രമിച്ചു. അപ്പോഴാണ് മറ്റൊരു സത്യം അയാൾ തിരിച്ചറിഞ്ഞത്. താൻ പിടിവിട്ടിട്ടും ആ കമ്പിളിക്കെട്ട് തന്നെ മുറുക്കി പിടിച്ചിരിക്കുകയാണ് എന്നത്. അയാൾ കമ്പിളിക്കെട്ടിനൊപ്പം മുന്നോട്ട് ഒഴുകി നീങ്ങുന്നത് കണ്ട നാട്ടുകാർ വിളിച്ചു പറഞ്ഞു, "നീ അത് എടുക്കേണ്ട, പിടിവിട്ട് തിരികെ പോരുക." നിരാശനായ അയാൾ ഉച്ചത്തിൽ പറഞ്ഞു, "ഞാൻ പിടിവിട്ടിരിക്കുകയാണ്, പക്ഷേ ഇതെന്നെ വിടുന്നില്ല." കമ്പിളിക്കെട്ടെന്ന് അയാൾ കരുതിയ സാധനം ജീവനുള്ള ഒരു വലിയ കരടിയായിരുന്നു. ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാതെ വെള്ളത്തിലൂടെ ഒഴുകി നടന്ന കരടിക്ക് ആ മനുഷ്യൻ ഭക്ഷണമായി മാറി. നാം കേട്ടിട്ടുള്ള ഒരു കഥയായിരിക്കാം ഒരുപക്ഷെ ഇത്. എന്നാൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന ആത്മീയ അർത്ഥത്തെക്കുറിച്ച് നമ്മിൽ എത്ര പേർക്ക് നല്ലവണ്ണം അറിയാം? ജീവനുള്ള കരടി പ്രതിനിധാനം ചെയ്യുന്നത് നമ്മുടെ ഭീകരമായ പാപ സ്വഭാവങ്ങളെയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇതുപോലെയാണ് പാപ സ്വഭാവങ്ങൾ നമ്മുടെ മേൽ പിടിമുറുക്കുന്നത്. പാപം തീർച്ചയായും നമ്മെ നാശത്തിലേക്ക് നയിക്കും. ചെറിയ പാപങ്ങൾ സാരമില്ല എന്ന് കരുതി വലിയ പാപത്തിലേക്ക് നാം പലപ്പോഴും ചെന്ന് വീഴാറുണ്ട്. ഒരുവൻ പിന്തിരിയാൻ ശ്രമിച്ചാലും പലപ്പോഴും അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയുന്നില്ല. പാപമെന്ന കരടിയുടെ ബന്ധനത്തിൽ നിന്നുള്ള മോചനം ഏറെ ദുഷ്കരമായിരിക്കും. രക്ഷപ്പെടുവാനുള്ള ഒരേ ഒരു മാർഗം പാപങ്ങളെക്കുറിച്ച് അനുതപിച്ച് യേശു കർത്താവിലേക്ക് മടങ്ങുക എന്നത് മാത്രമാണ്. കർത്താവിന്റെ ഇഷ്ടമനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാൻ നാം തയ്യാറായാൽ നമുക്ക് രക്ഷ നേടുവാൻ കഴിയും. ഇല്ലെങ്കിൽ പാപം നമ്മെ നിശ്ചയമായും ആത്മീയ മരണത്തിലേക്കും അതുവഴി അഗ്നി നരകത്തിലേക്കും ആനയിക്കും. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെ പാപ സ്വഭാവങ്ങളോടും അതിൻ്റെ കാരണഭൂതനായ പിശാചിനോടും എന്നേക്കുമായി വിട പറഞ്ഞ് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് നിങ്ങൾ തീരുമാനമെടുക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കുറവുകൾ, നിങ്ങളിൽ വന്നുപോയ കുറ്റങ്ങൾ, പാപങ്ങൾ, അതിക്രമങ്ങൾ ഒന്നുപോലും മറച്ചു വെക്കാതെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ കർത്താവ് നിങ്ങളെ കൃപയോടുകൂടെ തൻ്റെ മാറോട് ചേർത്തണച്ച് ഒരു പുതിയ വിശുദ്ധ ജീവിതം നയിക്കുവാൻ നിങ്ങളെ ഒരുക്കുകയും അതിനായിട്ട് അവിടുത്തെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലേക്ക് പകർന്ന് നിങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളേവരെയും ഒരുക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.